പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങി കിടക്കണ കണ്ട് കർത്താവ് വ്യക്തിയെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും
ജോലി സംബന്ധമായ യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട് ഈശോയെ. കാലുകൾ ഉതച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം ഈശോയെ. ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റത്തിലെ എപ്പോഴും നമ്മൾക്ക് വരുന്നൊരു വിഷയം, ചില സമയത്ത് ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ കൃപ നമുക്ക് സീറോയായി വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുക. എങ്ങനെയാണ് അച്ഛനത് മനസ്സിലാക്കുന്നത് വെച്ചാൽ, അതായത് സാക്ഷ്യം വഹിക്കാൻ കരുത്തില്ലാത്ത രീതി വരുമ്പോൾ ഓർക്കണം കൃപ സീറോ ആയെന്ന്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാ അവസരങ്ങളും സാക്ഷ്യം വഹിക്കാനുള്ളതാണെന്നാണ്. എല്ലാ അവസരങ്ങളും, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ലൂക്ക 21:12. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അപ്പോൾ ഇതാണ് വിഷയം വെച്ചാൽ, ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ഏറ്റുപറയാനുള്ള അവസരങ്ങൾ, ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാനുള്ള അവസരങ്ങൾ ആണ് സാക്ഷ്യം വഹിക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാനുള്ള അവസരം, ഇപ്പോൾ ഞാൻ ഇടയ്ക്കുന്നാൾ നിങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച ക്ലാസ് എടുക്കണമെന്ന് അഖില എന്ന് പറഞ്ഞ ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ആ ഒരു ജോലി മാത്രമേ ഉപജീവന മാർഗത്തിനുള്ളൂ. അവൾ പറഞ്ഞ് ഞാൻ ശനിയാഴ്ച വന്ന് ക്ലാസ് എടുത്തോളാം, ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, എനിക്ക് ദേവാലയത്തിൽ പോകണം, പിന്നെ പ്രാർത്ഥന ദിവസമാണതെന്ന് പറഞ്ഞ് അവളത് ഉപയോഗിച്ച് അതാണ് ആ സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണ്. ചില ആൾക്കാരാണെങ്കിൽ പറയും കുർബാന പോയാലെന്ന് കുഴപ്പമില്ല, നാളെ കാണാനില്ല, ജോലി പോയാൽ എങ്ങനെ കുഞ്ഞുങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കലാണ് ദൈവമേ. നിങ്ങൾ ഏത് തരക്കാരനാണെന്ന് പറയിപ്പിച്ച് നിങ്ങളെ ശരിക്കും മാറ്റി നിർത്തുകയാണ്. ശരി, നിങ്ങൾക്കൊരു അവസരം തന്നിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റാതെ നിങ്ങളുടെ ഉദരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആളല്ല എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ചതിക്കുഴികളാണ് വരുന്നത്. ആർക്കും ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, വിശ്വാസിയാണെന്ന് നടിക്കാൻ പറ്റത്തില്ല. നടിക്കുമ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവന്നിട്ട് പറയും നീ റെസ്പോണ്ട് ചെയ്യാൻ പറയും. അപ്പോഴേ സത്യസന്ധമായിട്ടല്ല റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കള്ളവിശ്വാസങ്ങളൊന്നും വിലപ്പോകത്തില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് നിനക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണെന്ന്. അപ്പം മോശ കാലഘട്ടവും കാലാവസ്ഥയും ജീവിത അവസ്ഥയും കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ള, പിന്നീട് എന്ത് സംഭവിക്കും, ആ സാക്ഷ്യത്തിൽ നമ്മൾ ജയിച്ചാൽ പിന്നെ നിൻ്റെ ജീവിതം മൊത്തം ദൈവം ഏറ്റെടുക്കുകയാണ്, നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും എല്ലാം. അപ്പോൾ വലിയൊരു അനുഗ്രഹത്തിന് മുമ്പാണ് ദൈവം സാക്ഷ്യം വഹിക്കാനുള്ള അവസരം തരണത്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. എല്ലാ അനുഗ്രഹങ്ങൾക്കും മുമ്പും സാക്ഷ്യം വഹിക്കാനുള്ള അവസരം തരും. ചിലർക്കത് മനസ്സിലാവും, ചിലരങ്ങനെ ഉറപ്പിച്ച് നിൽക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻജുവാൻ്റെ സാക്ഷ്യം ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്.
കാനഡയിൽ അവർക്ക് ജോലിയില്ല, വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് 28 വയസ്സുണ്ട്, അവർക്ക് പഠിക്കണവർ. പക്ഷേ എന്ത് ചെയ്യും? എന്നാലും ഈ ബൈബിളും കൊണ്ടുപോയി അവിടെ ജോലി ചെയ്ത സ്ഥലത്ത് ബൈബിൾ വെക്കും. അപ്പോൾ ബൈബിളിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും, ബൈബിൾ വിശ്വസിക്കാത്തവരുണ്ടാവും. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കാൻ. കാര്യത്തിൽ ആ ഒരു ത്രെഡ് എടുത്തിട്ട് അവരോട് കർത്താവിനെ കുറിച്ച് അവൾ പറയും. അങ്ങനെയാണ് ഓരോ ജീവിതത്തിൻ്റെ ആ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം വന്നാൽ എന്തിനാണ് നമ്മളിത് പറഞ്ഞതെന്നറിയാമോ? അത് പറയാൻ കാരണം, ചില സമയത്ത് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ തോന്നത്തില്ല, പേടിച്ചു പോകും, പതറിപ്പോകും, നമ്മൾ മറന്നു പോകും. അപ്പോൾ ഓർക്കേണ്ടത് കൃപ. നമ്മൾ എന്താ അതിന് പറയണത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബൈക്കിൻ്റെ റിസർവ് പോലും എണ്ണ ഉണ്ടാകത്തില്ല. റിസർവ് കൃപ പോലും ഉപയോഗിച്ച് മാറും. കാര്യം ഓരോരുത്തർ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ റിസർവ് കൃപയും തീർന്നതിൻ്റെ അർത്ഥം. അതാണ് വിഷയം. റിസർവ് കൃപയും തീർന്നു. അങ്ങനെ വന്നാൽ, ഇപ്പോൾ റിസർവ് കൃപയും തീർന്നാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ആ കാലഘട്ടം അതിജീവിക്കണത്? ജീവിക്കണത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വിനയപ്പെടണം. വിനയപ്പെട്ട് യേശുവിനെ ഈ ബാങ്ക്രപ്റ്റ്സായിട്ടുള്ള അവസ്ഥയിലേക്ക് യേശുവിനെ ചലിപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ ഒരു വലിയൊരു സന്ദേശം എന്താ? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തു. അപ്പോൾ നമ്മളത് നമ്മുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ദൈവതിരുസന്നിധിയിൽ അപ്പീസ് ചെയ്ത് നമ്മളെ തന്നെ വിനയപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ വിനയപ്പെട്ട് കഴിയുമ്പോൾ അതാണ് ഈ ശതാധിപനൊക്കെ സംഭവിക്കുന്നത്. ശതാധിപന് വായിച്ച് ലൂക്ക 7:6-7 തിരുവചനങ്ങൾ. അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു. ഇയാളുടെ കൃപ റിസർവാണ്. കാര്യം എന്താണ്? ഇയാളെ ശതാധിപന് ഒത്തിരി കൊല്ലായിട്ട് നടക്കുന്ന ആളാണ്. കൃപ റിസർവിൽ ഇല്ല, കൃപ ഇല്ല. പക്ഷെ അയാളെ കൃപ ശരിക്കും നമ്മൾ പെട്രോൾ ടാങ്ക് ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞല്ലേ, ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒരു സിറ്റുവേഷന് ഈ മനുഷ്യൻ ഫുൾ ടാങ്ക് അടിക്കണം കണ്ടല്ലേ. ഫുൾ ടാങ്ക് അടിക്കണം എങ്ങനെ? കൃപയുടെ ഫുൾ ടാങ്കാണ് അടിക്കണേ. എങ്ങനെ അടിക്കണേ? അയാൾ 2-3 വാക്കുകൾ പറഞ്ഞേ. കർത്താവിനെ വഴി വെച്ച് കണ്ട അയാൾ. കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി. വിജാതിനായി മനുഷ്യൻ പറഞ്ഞ വാക്കാണ് കർത്താവ് കുർബാന വരുമ്പോൾ ഇന്ന് സഭ പറയണത്. എന്താണ്? അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതായത് ഈ ശതാധിപന് ശരിക്കും 0- കൃപയിൽ നിൽക്കുന്ന ഒരാൾ കൃപയുടെ ഫുൾ ടാങ്കിലേക്ക് വരണത് ഈ വിനീതാവസ്ഥയിലൂടെയാണ്. അതാണ് അമ്മ പറഞ്ഞത്, അവിടുന്ന് തൻ്റെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു എന്നുള്ളതാണ്. തൃക്കൺ പാർത്തു. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൃപ എങ്ങാനും ബാങ്ക്രപ്റ്റ്സ് ആയിപ്പോയാൽ നേരെ ഡൗൺ ചെയ്ത് അഹങ്കാരം മാറ്റി, ഹുങ്ക് മാറ്റി, തൻപൂർവ മനോഹം മാറ്റിയിട്ട് നേരെ എളിമപ്പെട്ട് 0- വരണം. എല്ലാവരുടെയും ക്ഷമിച്ച്, എല്ലാവരുടെയും ദാസനായി, എല്ലാവരുടെയും ശുശ്രൂഷകനായി തൻ്റെ നിസ്സഹായ അവസ്ഥ ഏറ്റുപറഞ്ഞിട്ട് സഹായിക്കണം. ഞാൻ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണ് എന്ന് പറയണത്. വെറുതെ എളിമപ്പെട്ടിട്ട് കാര്യമില്ല. അത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തുന്നത്. ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മറിയമേ, നീ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നെന്ന് പറയും ആ സംഭവം. അപ്പം എന്തെങ്കിലും ഒരു ബാങ്ക്രപ്ഷൻ വന്നാൽ ശതാധിപനെ പോലെ നേരെ താഴേക്ക് വന്നിട്ട് ഈ കൃപയുടെ പെട്രോൾ ടാങ്ക് ഉണങ്ങിയിരിക്കണത് ഫുൾ ടാങ്ക് അടിക്കാൻ നമുക്ക് പറ്റും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.
എന്നെയും പ്രതീക്ഷിക്കാണത്തിൻ്റെ സാക്ഷിയാക്കിയ എൻ്റെ യേശുയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് വിദ്യാശ്രീ. ഞാൻ കർണാടകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാതാവിനെ അറിഞ്ഞത് ഞാൻ നഴ്സിംഗിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ നഴ്സിംഗിൽ ഫസ്റ്റ് ഇയർ എനിക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 4 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. പക്ഷേ എൻ്റെ വീട്ടുകാർക്കൊന്നും അത് പറയാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മേനോട് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ വീട്ടിൽ തരുന്ന പൈസ ഒക്കെ ഞാൻ സേവാക്കി വെച്ചിട്ട് ഞാൻ ആ എക്സാം എൻ്റെ പൈസയിൽ തന്നെ ഞാൻ ആരോടും പറയാതെ സപ്ലി എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലും എനിക്ക് ഒരു സപ്ലി കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ മാതാവിനെ ഞാൻ അറിഞ്ഞത്. എൻ്റെ സീനിയർ പറഞ്ഞു മാതാവിന് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പത്രം എനിക്ക് തന്നു. അത് വെച്ചിട്ട് എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എപ്പോഴും മാതാവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് എപ്പോഴാണ് എണീക്കേണ്ടതെന്ന് അറിയായിരുന്നു. അപ്പം ഞാൻ 5:30 എണീക്കുമായിരുന്നു. പിന്നെ നൈറ്റ് 7 മണിയാകുമ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കറിയാവുന്ന പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ എക്സാം വന്നു. പിന്നെ അതിൽ ഫസ്റ്റ് ഇയറുടെ സപ്ലി കൂടെ ഉണ്ടായിരുന്നു. അതും ഞാൻ പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സിലൂടെ ഞാൻ പാസ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് തേർഡ് ഇയറുടെ എക്സാമിലും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. പിന്നെ 4th ഇയർ എക്സാം ആയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യത്തെ എക്സാം എനിക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു 4th ഇയർ ഞാൻ ഫെയിലാവുമെന്ന്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസ്സായത്. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഡിസ്റ്റിങ്ഷൻ കണ്ടിട്ടില്ല. അത് ഡിസ്റ്റിങ്ഷൻ വന്നപ്പോൾ ഞാൻ കുറേ ഹാപ്പിയായി. എൻ്റെ അമ്മേനോടൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും കുറേ ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് എടുത്ത് തന്നെ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്നായിരുന്നു. പിന്നെ നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ OET ക്ലോസായി. ഇനി OET എക്സാം ഒന്നും എഴുതാൻ പറ്റൂല, അവിടെ ഇൻടേക്കൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ജർമ്മനി പഠിക്കുക, അത് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് കൺട്രി എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല. മൈസൂരിൽ ഒരു ഇതുണ്ടായിരുന്നു, ജർമ്മൻ പഠിപ്പിക്കുന്ന സ്കൂളുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ ജർമ്മൻ പഠിക്കാൻ കയറി. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കയറിയത്. പിന്നെ A1 A2 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് കേരളത്തിൽ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ ഞാൻ കർണാടക ആയതുകൊണ്ട് എനിക്ക് കേരളം എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എൻ്റെ അമ്മേനോട് എൻ്റെ അപ്പനോട് പറഞ്ഞ ഒരിക്കലും അവർ സമ്മതിക്കില്ല ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പഠിച്ച് പാസ്സാവണം, പുറത്ത് പോകണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ചിട്ടെടുക്കും. പിന്നെ മാതാവേ ഏതാണോ ശരി അത് നീ ഉത്തരം പറയണം, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാൻ കേരളത്തിൽ പഠിക്കണോ അല്ലെങ്കിൽ ഞാൻ മൈസൂരിൽ തന്നെ പഠിക്കണോ എന്ന് എൻ്റെ അമ്മ ഇപ്പോൾ ഡിസൈഡ് ആക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് ഒരു ചിട്ടെടുത്തപ്പോൾ മാതാവ് പറഞ്ഞു നീ കേരളത്തിൽ പോയി പഠിക്കുകയെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നു. എൻ്റെ ഫ്രണ്ട് ഞാൻ ഒരുമിച്ചാണ് തിരുവല്ലയ്ക്ക് വന്നത്. അപ്പോൾ തിരുവല്ലയ്ക്ക് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിട്ട് നോക്കിയത് ആലപ്പുഴയ്ക്കും തിരുവല്ലയ്ക്കും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. അപ്പോൾ ആകെ വന്ന ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങോട്ട് വരും, പ്രാർത്ഥിക്കും. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിന് മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുത്ത പോലെ എപ്പോഴും എണീറ്റ് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ B1 പഠിച്ചിട്ടില്ല, A1 A2 മാത്രം പഠിച്ചിട്ടുള്ളൂ. B1 വീട്ടിലിരുന്ന് ഗ്രാമർ ഫുള്ള് പഠിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കും, B1 ലെവലിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. പക്ഷേ അവർ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു, എങ്ങനെയൊക്കെയോ പറഞ്ഞു. ഞാൻ മാധവനോട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് തൈലയും ഉപ്പും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ B2 കയറാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരുമിച്ച് B2 പഠിച്ചു. അപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും 3 മണി വരെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. 3 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ +1 +2 പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മണിയുടെ പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്, അതുകൊണ്ട് 3 മണിക്ക് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ 3 മണി വരെ എണീറ്റ് നിൽക്കും. അത് ഞാൻ പഠിക്കുകയോ ഇല്ലേ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ 3 മണി വരെ ഞാൻ എണീറ്റിരിക്കും. എന്നിട്ട് 3 മണിയാകുമ്പോൾ ഞാൻ മാധവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി ഞാൻ കിടന്നുറങ്ങും.
പിന്നെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ ഇനി എല്ലാത്തിലും നിൻ്റെ പ്രസൻസ് ഉണ്ടാവണം, ഇനി ഒറ്റയടിക്ക് എനിക്ക് പാസ്സാവണം, എനിക്ക് സപ്ലി, ഇനി എൻ്റെ ലൈഫിൽ സപ്ലി എന്ന ഒരു ഇത് ഉണ്ടാവരുത്, ഒന്നും ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഞാൻ ഒറ്റയടിക്ക് പാസ്സാവണം, ഞാൻ എല്ലാവരും പോലെ പഠിക്കണം. അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തപ്പോൾ 26th 27th ആയിരുന്നു. അപ്പോൾ 27th ആയിരുന്നു എനിക്ക് വേണ്ടത്. ബിക്കോസ് അമ്മയുടെ 7th അതൊരു സൈൻ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് 7 ഉള്ള എക്സാം ഡേറ്റ് തന്നെ വേണം. അപ്പോൾ ഞാൻ ഏജൻറ്റിനോട് ചോദിച്ചു എനിക്ക് 27th എക്സാം എടുത്ത് തരണമെന്ന്. അപ്പോൾ അവർ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് കിട്ടൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്യാൻഡിൽ കത്തിച്ചിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, അതെങ്ങനെയെങ്കിലും ചേഞ്ച് ആക്കിയിട്ട് ആ ഏജൻറ്റ് എന്നോട് പറയണം 27th തന്നെ എക്സാം എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞത് 27th നിനക്ക് എഴുതാൻ പറ്റുമോ കേട്ടോ എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാധവനോട് വേറൊരു സൈൻ കൂടെ ചോദിച്ചായിരുന്നു. ഞാൻ ഇരിക്കാൻ നേരത്ത് എക്സാം സെൻറ്ററിൽ ഞാൻ ഇരിക്കാൻ നേരത്ത് അത് 7th സീറ്റിലായിരിക്കണം ഞാൻ ഇരിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എണ്ണി നോക്കി എത്രാമത്തെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. അപ്പം ഞാൻ 7th സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പം തന്നെ എനിക്ക് ഫുള്ള് കോൺഫിഡൻസ് ആയി, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എന്തായാലും ഞാൻ ഈ എക്സാം ജയിക്കുമെന്ന്. പിന്നെ ഈ ജർമ്മനി പഠിക്കുമ്പോൾ കുറേ കോഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ കോഡൊക്കെ നല്ലോണം പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ആ സെൻറ്ററിൽ അങ്ങനെ കോഡൊന്നും വരാറില്ല എന്ന്. പിന്നെ എനിക്കറിയില്ല മാതാവേ, ഇനി ആ സിസ്റ്റം തുറക്കുമ്പോൾ എനിക്ക് എല്ലാം കോഡ് തന്നെ ആവണം, എനിക്ക് പാസ്സാവണം, അമ്മേനോട് പറയണം എനിക്ക് പാസ്സായി അമ്മി. അങ്ങനെ ഞാൻ അമ്മേനോട് പറയണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്റം തുറക്കുമ്പോൾ ഒരു ടൈല് തുറക്കുമ്പോൾ ഞാൻ എല്ലാ ടൈലും ഫുള്ള് കോഡ് തന്നെ ആയിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മേനെ കൂട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞു വിസ കൂടെ കിട്ടിയിട്ട് പറ മോളെ എന്ന് പറഞ്ഞു സിസ്റ്റർ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയിട്ട് മൈസൂരിൽ തന്നെ ഞാനൊരു പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോൾ അവിടെ വിത്തിൻ 2.5 month എനിക്ക് പ്രോസസ്സിങ് ഫുള്ള് കംപ്ലീറ്റായി. അങ്ങനെ ഞാൻ ഈ 17th ഞാൻ ജർമ്മനിക്ക് ജോലി ചെയ്യാൻ പോവുക. അതൊരു നല്ല ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്കറിയില്ല ഞാൻ എന്താ അവിടെ പറഞ്ഞതെന്നും എന്താ ഇൻ്റർവ്യൂവിൽ ചെയ്തതെന്നും ഒന്നും എനിക്കറിയില്ല. പോകുന്ന മുന്നേ എപ്പോഴും ഞാൻ തൈല ഉപ്പ് ഉപയോഗിക്കും. പിന്നെ ഞാൻ പോകും. പിന്നെ പോകുന്ന മുന്നേ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ ഉടമ്പടി പുസ്തകം പിന്നെ ഈ പത്രം എനിക്ക് ഫസ്റ്റ് കിട്ടിയ പത്രമാണ് എൻ്റെ ലൈഫിൽ. ആ പത്രം എൻ്റെ കയ്യിൽ ഇതുവരെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ്. ഞാൻ ഒന്നും പഠിക്കൂല, ഇത് മാത്രം വെച്ച് പ്രാർത്ഥിക്കും. ഇത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. എൻ്റെ മാധവനോട് എന്ത് ചോദിച്ചാലും എൻ്റെ മാധവൻ എനിക്ക് അപ്പം തരും, കുറേ എന്നെ വൈകിപ്പിക്കൂല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു പള്ളി സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററിന് ഇതുവരെ പുറത്ത് ജോലി ആയിട്ടില്ല, എത്ര നടന്നാലും അത് ശരിയാവുന്നില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുമോ മോളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുക സിസ്റ്റർ, ഉടമ്പടിയിൽ ഞാൻ എന്തായാലും ഈ നിയോഗം വയ്ക്കുമെന്ന് പറഞ്ഞു. ആ നിയോഗം വെച്ചപ്പോൾ അത് ശരിയാവാത്തതാണ്. അപ്പോൾ വിത്തിൻ 3 months അതും റെഡിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് ഉപ്പ് തൈലം ഒന്നും ഇല്ല. പക്ഷേ ഞാൻ മാധവൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ക്യാൻഡലും ഇല്ല. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് സഡന്നായിട്ട് ഭയങ്കര തലവേദനയും വോമിറ്റിങ് അങ്ങനെ ആയി. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അവർ കേരളയിലുള്ളവരാണല്ലോ, അപ്പോൾ ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എനിക്ക് തൈലയും ഉപ്പും തരുമോ, എൻ്റെ പപ്പയ്ക്ക് തേക്കണം. ആ പപ്പയ്ക്ക് ഭയങ്കര വേദനയാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അപ്പ മൈസൂരിൽ തന്നെയായിരുന്നു അഡ്മിറ്റായത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് മൈസൂരിലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഉപ്പും പിന്നെ തൈലമൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു ഈ പ്രതിഷ്ഠാനത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലണം, എന്നിട്ട് പപ്പയുടെ തലയിൽ തേച്ച് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ വേഗം മാറും അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് പ്രാർത്ഥിച്ചിട്ട് പപ്പയ്ക്ക് ഇപ്പോഴും തേക്കുമായിരുന്നു. പിന്നെ പപ്പയുടെ തലവേണയുടെ അടിയിൽ ഞാൻ മാതാവിൻ്റെ പത്രം വെക്കുമായിരുന്നു. പപ്പ പറയായിരുന്നു ഇതൊക്കെ വെറുതെ, ഇതൊന്നും ശരിയാവില്ല എന്ന്. പക്ഷേ അപ്പയ്ക്ക് അറിയാത്ത തന്നെ അത് വേഗം ശരിയായി, എല്ലാം ശരിയായി. അപ്പയ്ക്കിപ്പോൾ അങ്ങനെ തലവേദന ഒന്നും വരാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു
പാസ്സാവുകയാണെങ്കിൽ ഞാനും അവളുടെ കൂടെ ഇങ്ങോട്ട് വരാമെന്ന മാതാവിനോട്. അപ്പം ഞാൻ B.Ed പാസ്സായപ്പോൾ എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഒരു മിസ്സിൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവർ എന്നെയും കൂട്ടുമോ, ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ആ മാം ഇപ്പോൾ എന്നോട് പറയും അവിടെ പോയിട്ടാണ് എല്ലാം ശരിയായത്, ഇപ്പോൾ എല്ലാം നല്ലോണമാണ് നടക്കുന്നതെന്ന്. അങ്ങനെ കുറേ എന്നെ സഹായിച്ചിട്ടുണ്ട് മാതാവ്. പിന്നെ ഞാൻ എപ്പോൾ മാതാവിൻ്റെ അടുത്ത് സൈൻ ചോദിക്കുകയാണെങ്കിലും മാതാവ് ഹാർട്ടോ ഫ്ലവറോ എന്തെങ്കിലും ഒന്ന് തരും. അപ്പം ഞാൻ ഇവിടെ പഠിക്കാൻ നേരത്ത്, കേരളത്തിൽ പഠിക്കാൻ നേരത്ത് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അത് മലയാളം പത്രം കൊടുക്കുമായിരുന്നു, പിന്നെ ജർമ്മൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കന്നഡ പത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും മാതാവിനെ പറ്റി അറിയില്ല. അപ്പോൾ ഇത് കൊടുത്താൽ ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും മാതാവ് എന്തൊക്കെ എനിക്ക് ചെയ്തന്നതും ഒക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും, അവർക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കന്നഡ പത്രം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ അവർക്ക് കൊടുത്ത്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് 2 മാം ഇങ്ങോട്ട് വന്നു. പിന്നെ അവരുടെ കാര്യത്തിനെ പറ്റി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്കും കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഫുഡ് മേടിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് പാവം തോന്നുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കും. അവരെന്നോട് ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിലും ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ ഞാൻ ജപമാല ചൊല്ലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ യൂട്യൂബിൽ ഓൺ ആക്കിയിട്ടാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. പിന്നെ ഡെയിലി ബ്രെഡൊക്കെ കൂടും, ഞാനും കൂടും. അപ്പം അങ്ങനെ കുറേ ശരിയായിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ഞാൻ ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 വചനമാണ്. കൊച്ചുമകൾ ചോദിക്കുന്ന ഓരോ കൊച്ചു ആഗ്രഹങ്ങളും ഉടമ്പടി മക്കളുടെ കൊച്ചാഗ്രഹങ്ങൾ പോലും നമ്മുടെ കൃപാസനം അമ്മ നിറവേറ്റി കൊടുക്കുന്ന ഒരമ്മയാണ്. അങ്ങനെയാണ് ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഈ മകളും കൂട്ടുകാരും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുന്നത്. 27-ാം തീയതി ഈ മക്കൾ ജർമ്മനിക്ക് പോവുകയാണ്. നേഴ്സായിട്ടാണ്. അത് നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഈ മക്കളുടെ എല്ലാം ജീവിതത്തിൽ നാം കണ്ടറിയുന്നത് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ കൃപയ്ക്കുമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവനെൻ്റെ നാമം അറിയുന്നു എന്നാണ് വചനം കേട്ടത്. ഈ മക്കൾ ഭയങ്ങളിൽ വിശ്വാസവും സംശയങ്ങളിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറച്ച ആ ദൈവ സാന്നിധ്യത്തിലുള്ള വിശ്വാസമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയത്. നമ്മുടെ ജീവിതത്തിലും ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാനും എന്നും ആ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടിയിൽ ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മളെ ഉയർത്തും, നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കർത്താവിൻ്റെ വാഗ്ദാനം നടന്ന പോലെ ആ ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിദ്യാശ്രീക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് പ്രത്യേകിച്ചും ഈ മകൾ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനം പല ഭാഷകളിൽ, കന്നഡ ഭാഷയിൽ പോലും പേപ്പർ വാങ്ങിച്ച്, കൃപാസനം പേപ്പർ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അവിടെ ചെന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു അക്രൈസ്തവ മകളാണ്. വീട്ടിൽ പോയി അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി തൈലം തേച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രയോഗമാണ്, വിശ്വാസ കൈമാറ്റമാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. എൻ്റെ മാതാവിനോട് എന്ത് ചോദിച്ചാലും അമ്മ തരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ മകളെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തിലും കൃപയിലും വളരുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാശ്രീക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.